ഹായ് ഫ്രണ്ട്സ്, ഹബ്സാസ് കിച്ചൺ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജിയ. ഇന്ന് ഞാൻ പൈനാപ്പിൾ ജാമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ പൈനാപ്പിൾ ജാം നല്ല ടേസ്റ്റോടുകൂടി വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കിത് നന്നായി വൃത്തിയാക്കി ആ മുള്ളുള്ള ഭാഗത്തെ കറുപ്പുകൾ കംപ്ലീറ്റ് മാറ്റണം, അല്ലെങ്കിൽ ജാമിൽ ഒരു കറുപ്പ് നിറം കാണും. അപ്പോൾ അതില്ലാതെ നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. സാധാരണ പൈനാപ്പിൾ ജാം ഉണ്ടാക്കുമ്പോൾ അത് ക്രിസ്റ്റൽ രൂപത്തിലാകാൻ സാധ്യത കൂടുതലാണ്. അതില്ലാതാകാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ പൈനാപ്പിൾ നന്നായി വെള്ളം ചേർത്താതെ ആ പൾപ്പ് മാത്രം ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. തീരെ വെള്ളം ചേർത്താൻ പാടില്ല. ശേഷം നമുക്കിതൊന്ന് ഒരു പാനിലേക്ക് ഒഴിച്ച് നന്നായി ചൂടാക്കാം. തീരെ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. ഒന്ന് കട്ടിയായി വരുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കണ്ടില്ല, നല്ല തിള വന്ന് ഒരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയിൽ അരച്ചെടുത്തപ്പോൾ എനിക്ക് 2 കപ്പ് പൾപ്പാണ് കിട്ടിയത്. അപ്പോൾ 2 കപ്പ് പൾപ്പിന് 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ 2ന് 1 എന്ന രീതിയിൽ വേണം പഞ്ചസാര ചേർത്താൻ. പിന്നെ ജാം എന്ന് പറയുമ്പോൾ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ മധുരം ചേർത്തേണ്ടത്. മധുരം പഞ്ചസാര ചേർത്തതും ഒന്ന് ലൂസാവും. പിന്നെ അത് കുറുകി വരുന്നത് വരെ നമ്മൾ അടുപ്പത്ത് വെക്കണം. ഏകദേശം ഒരു 30 മിനിറ്റോളം നമുക്കിത് വേണ്ടി വരും. ഓരോ ഇതിനനുസരിച്ച് ഫ്ലെയിമിനനുസരിച്ചാണ് അത് വേണ്ടി വരിക. ഇത് എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ ജാം ഉണ്ടാക്കി നമുക്ക് കുട്ടികൾക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. ഇത് കണ്ടില്ല, ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു പീസ് പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വന്നിട്ട് നിർബന്ധമില്ല, നമുക്ക് ഒരു ചെറിയൊരു ഫ്ലേവർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. പട്ട ഇഷ്ടമല്ലെങ്കിൽ അത് ചേർത്തേണ്ട ആവശ്യമില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും. നാരങ്ങാനീര് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പഞ്ചസാര ചൂടാറുമ്പോൾ ക്രിസ്റ്റൽ രൂപത്തിലാവും. അപ്പോൾ നമ്മൾ ഈ നാരങ്ങാനീര് ചേർത്താണെങ്കിൽ അത് അങ്ങനെ ഉണ്ടാവില്ല, നമുക്ക് ജാമു പോലെ തന്നെ കൃത്യം കിട്ടും. ഞാനിപ്പോൾ ചേർത്തുന്ന പട്ട നമുക്ക് അവസാനം അത് എടുത്ത് മാറ്റിയാൽ മതി. ഞാനിതിൽ വേറെ എസൻസ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ കളേഴ്സോ എസൻസോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ കട്ടി എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഒന്ന് എടുത്തിടുമ്പോൾ ഒന്ന് വീഴുന്ന പോലെ രീതിയിലായിരിക്കണം. ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടെ കട്ടിയാവും. അപ്പോൾ നല്ലോണം തിക്കാക്കേണ്ട ആവശ്യമില്ല, ഈ അളവിൽ ആക്കിയാൽ മതിയാവും. ഇതിപ്പോൾ ചൂടോടുകൂടിയാണ് ഞാനങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിരിക്കുന്നത്. നമുക്കിത് തണുത്തതിന് ശേഷം ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാം. ഇതിപ്പോൾ ചൂടോടുകൂടിയുള്ള അവസ്ഥയാണ്. ഇങ്ങനെ നമുക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു നല്ല ഇതായിട്ട് വരാൻ പാടില്ല. ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ നിർത്തേണ്ടത്. ഇത് ചൂടാറിയതിന് ശേഷം ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റി ഉള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ പുറമേ നിന്ന് നമ്മൾ ജാമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും വീട്ടിൽ തന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണും വരെ stay blessed. Have a nice day. Thank you.